കാസർഗോഡ് മഞ്ചേശ്വരത്ത് മധ്യവയസ്കനെ പോലീസ് വേഷത്തിലെത്തിയ സംഘം സിനിമാ സ്റ്റൈലിൽ തട്ടിക്കൊണ്ടുപോയി. സംഘത്തെ പിന്തുടർന്ന പോലീസ് അതിസാഹസികമായി മധ്യവയസ്കനെ രക്ഷപ്പെടുത്തി. തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പേർ കടന്നുകളഞ്ഞു. കാസർഗോഡ് പാവൂർ കൊമ്പൻകുഴിയിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇൻഷുറൻസ് ഏജന്റ് അബ്ദുൾ റഹ്മാനെയാണ് വെള്ളിയാഴ്ച രാത്രി സിനിമാ സ്റ്റൈലിൽ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. രാജസ്ഥാൻ പോലീസ് എന്ന് പരിചയപ്പെടുത്തിയാണ് പോലീസ് വേഷധാരികളും ഒരു സ്ത്രീയും ഉൾപ്പെടുന്ന സംഘം ഇയാളെ തട്ടിക്കൊണ്ടുപോയത്. അബ്ദുൾ റഹ്മാന്റെ ഭാര്യ താഹിറുടെ പരാതിയിലാണ് മഞ്ചേശ്വരം പോലീസ് അന്വേഷണം നടത്തിവരുന്നത്. സംഘത്തെ ദിവസങ്ങളായി രഹസ്യമായി പിന്തുടർന്ന മഞ്ചേശ്വരം പോലീസ് സംഘത്തെ അതിസാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. പാവൂർ കുണ്ടാപ്പിലെ അബ്ദുൽ ഖഹൂർ, മച്ചമ്പാടിയിലെ അബൂബക്കർ അനസ്, കയർക്കട്ടയിലെ മുഹമ്മദ് സഹാബ്, കർണാടക ബണ്ട്വാലിലെ മുഹമ്മദ് റഫീഖ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. മഞ്ചേശ്വരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കർണാടകയിൽ നിന്നുമാണ് ഗുണ്ടാ സംഘത്തെ കസ്റ്റഡിയിലെടുത്തത്. അബ്ദുറഹ്മാന്റെ മകൻ കച്ചവടത്തിനു വേണ്ടി പ്രതികളിൽ ഒരാളായ അബ്ദുൽ ഗഫൂറിന്റെ സഹോദരിയുടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്വർണം തിരിച്ചു നൽകാത്തതിനെ തുടർന്ന് പ്രതികൾ ആസൂത്രണം നടത്തി വിലപേശാൻ വേണ്ടിയാണ് അബ്ദുൾ റഹ്മാനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് സൂചന. മൈസൂരിലേക്കാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ നിന്നും തിരിച്ചു വരവെയാണ് ശക്ലേശ്പുരത്ത് വെച്ച് സംഘത്തെ പോലീസ് പിടികൂടിയത്. അബ്ദുൾ റഹ്മാനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. സംഘത്തിലെ രാജസ്ഥാൻ സ്വദേശിയായ പോലീസുകാരനും ഇടനിലക്കാരനായ ഒരാളും രക്ഷപ്പെട്ടു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, കാസർഗോഡ്.